സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തിരുവനന്തപുരം DCCയിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങിയ ശക്തനെ അനുനയിപ്പിച്ച് നേതാക്കൾ. ഒരു വിഭാഗം എതിരാകുന്നതിൽ ശക്തന് നിരാശയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന് ശക്തൻ വ്യക്തമാക്കി. ഞാൻ ഇതുവരെ DCCയിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 1:30 മണി വരെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിന് വേണ്ടി KPCC ഭാരവാഹികളും DCC നേതാക്കന്മാരുമായിട്ട് ഒരുമിച്ച് ചർച്ച പൂർത്തിയാക്കിയതാണ്. രാജിവെച്ചു എങ്കിൽ പിന്നെ ഇത് ഉണ്ടാവുമോ? ഇല്ലല്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഈ കാര്യത്തിൽ ഞാൻ രാജിവെച്ചിട്ടില്ല. ആരും എന്നോട് കാര്യം സംസാരിച്ചിട്ടില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നൃപൻ, ഏതായാലും തിരുവനന്തപുരം DCCയിലെ കൂട്ടക്കുഴപ്പമാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇന്നലെ 1:30 മണി വരെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ശക്തൻ പറയുകയും ചെയ്തത്. ഏതായാലും ഈ രാജിവെച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നതിന് പിന്നാലെ രാജിക്കാര്യം നിഷേധിച്ചുകൊണ്ട് ശക്തൻ രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ ശക്തൻ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന കാര്യം. ഇന്ന് KPCC ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി മുതിർന്ന നേതാക്കൾ ശക്തനുമായി ആശയവിനിമയം നടത്തി. അനന്തര ചർച്ചയ്ക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ KPCC ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് തന്നെ ശക്തൻ പ്രതികരിച്ചത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം നേതാക്കളാണ് അനുനയ നീക്കം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശക്തൻ രാജിക്കത്ത് നൽകിയത്. അത് നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശക്തൻ ഒരുങ്ങുകയാണ്. നിലവിലുള്ള DCC അധ്യക്ഷ പദവിയും തർക്കങ്ങളും ഒരു വിഭാഗം നേതാക്കളെ എതിരാകുന്നതും തനിക്ക് പ്രതിസന്ധിയാകും എന്ന് ശക്തൻ കണക്കുകൂട്ടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രാജിക്കത്ത് കഴിഞ്ഞ ദിവസം നൽകിയത്. പക്ഷേ വിളിച്ചു വരുത്തിയ നേതാക്കൾ തൽക്കാലം ചില ഉറപ്പുകൾ ശക്തന് നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തനെ മത്സരിപ്പിക്കും. തൽക്കാലം തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ ഈ ഒരു മൂർധന്യ ഘട്ടത്തിൽ രാജിവെച്ച് പോകരുത് എന്ന നിർദ്ദേശം മുതിർന്ന നേതാക്കൾ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശക്തൻ രാജി തീരുമാനം പിൻവലിച്ചത്. അപ്പോൾ തന്നെ ശക്തൻ പറഞ്ഞിട്ടുള്ള ഉപാധി എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ പദവിയിൽ നിന്ന് മാറ്റിത്തരണം, തിരുവനന്തപുരത്ത് സ്ഥിരം അധ്യക്ഷനെ തീരുമാനിക്കണം. ആ ഉറപ്പാണ് മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ്, ഒപ്പം തന്നെ KPCC അധ്യക്ഷനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തല അടക്കം താൻ ഈ പദവി ഏറ്റെടുക്കുമ്പോൾ നൽകിയ ഉറപ്പ്, ആ ഉറപ്പ് പാലിക്കാൻ നേതൃത്വം തയ്യാറാകണം. ഇത്തരത്തിൽ തൽക്കാലം കൊടുത്ത ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ ശക്തനെ വിളിച്ചു വരുത്തുകയായിരുന്നു KPCC ആസ്ഥാനത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് ശക്തൻ ആസ്ഥാനത്ത് എത്തിച്ചേരുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾ ചർച്ചയിൽ ഈ കാര്യങ്ങളിൽ ഒരു താൽക്കാലികമായിട്ട് സമവായം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ തിരുവനന്തപുരത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ DCC അധ്യക്ഷൻ തന്നെ രാജിവെക്കുകയും ഒപ്പം തന്നെ തുടർന്നുള്ള വിവാദങ്ങളിലൊക്കെ തന്നെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അതൃപ്തരാണ്. സിജു. ശരി, നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.